السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസീസ് അൽ ജിബ്രീൻ റഹിമഹുള്ളയുടെ തസ്ഹീദുൽ ഫിഖ്ഹ് എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥമടിസ്ഥാനമാക്കിയുള്ള ഫിഖ്ഹ് പഠന ക്ലാസ്സിൽ കിതാബു സ്വലാ നിസ്കാരം എന്ന വിഷയത്തിൽ ബാബു ഷുറൂത്തി സ്വലാ നിസ്കാരത്തിലെ ഷർത്തുകൾ എന്ന ബാബാണ്, അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഷർത്ത് ത്വഹാറത്ത്, ശുദ്ധീകരണം പറഞ്ഞു. രണ്ടാമത് സമയം ആയി എന്നറിയൽ. മൂന്നാമത് സത്രുൽ ഔറ, ഔറത്ത് മറക്കൽ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1453 വരെയുള്ള മസ്അലകളാണ് നമ്മൾ വിശകലനം ചെയ്തത്. പുരുഷൻ്റെ അവിടുത്തെ എത്രയാണ്, ഏതൊക്കെയാണ്, നിസ്കാരത്തിൽ എന്തെല്ലാമാണ് നിർബന്ധമായത്, മുട്ടുമുക്കലിടയിൽ മാത്രം മറക്കലാണോ നിർബന്ധം, അതിനപ്പുറമുള്ളത് നിർബന്ധമാണോ അതല്ല പ്രബലമായ സുന്നത്താണോ, ഇനി ചെറിയ കുട്ടികൾക്ക് അവിടുത്തെ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ എന്നിവയാണ് നമ്മൾ അവസാനം ചർച്ച ചെയ്ത മസ്അലകൾ. ഇനി 1454 മസ്അലയാണ്. ذهب جمهور أهل العلم إلى أن عورة الرجل خارج الصلاة هي من السرة إلى الركبة. പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇലാ അന്ന ഔറത്ത റജുലി, പുരുഷൻ്റെ ഔറത്ത്, ഖാരിജ സ്വല, നിസ്കാരത്തിന് പുറത്ത് ഒരു പുരുഷനെ മറക്കണം. നിസ്കരിക്കുമ്പോൾ പറഞ്ഞു, നിസ്കാരത്തിലല്ല, സാധാരണഗതിയിൽ ഒരു പുരുഷൻ മറക്കേണ്ട ഔറത്ത് ഏതാണ്? ഹിയ മിന സുറത്തി ഇദ റുക്ബത്തി, പൊക്കിൾ മുതൽ മുട്ട് വരെയുള്ള സ്ഥലമാണ് ഒരു പുരുഷന് മറ്റുള്ളവർ കാണാതെ മറക്കേണ്ടുന്ന നിർബന്ധമുള്ള ഭാഗം. ഒരാൾ കാണാതിരിക്കാൻ നിർബന്ധമായി മറക്കേണ്ടത് അത് പൊക്കിൾ മുതൽ മുട്ട് വരെയാണ് എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അപ്പോൾ ന്യൂനപക്ഷം അതല്ലാത്ത അഭിപ്രായമുണ്ട് എന്നർത്ഥം. ജംഹൂർ അങ്ങനെ പറഞ്ഞു, ഭൂരിപക്ഷം അങ്ങനെ പറഞ്ഞു പറയുമ്പോൾ ഭൂരിപക്ഷമല്ലാത്തൊരു ചെറിയൊരു സംഘം, ഒരു ന്യൂനപക്ഷം ഇതല്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെ പറയാൻ തെളിവെന്താണ്? ഒരു പുരുഷൻ പൊക്കിൾ മുതൽ മുട്ട് വരെ മറക്കണം എന്ന് പറയാൻ തെളിവെന്താണ്? ലി അഹാദീസ മുതഅദ്ദിദത്തിൻ, ധാരാളം ഹദീസ് വിഷയമായി വന്നിട്ടുണ്ട്. വറദത് ഫീ ദാലിക, ആ വിഷയത്തിൽ വന്ന ധാരാളം ഹദീസുകൾ ഉണ്ട്. ആ ഹദീസുകളാണ് അതിനെല്ലാം തെളിവായി ഉദ്ധരിക്കപ്പെടുന്നത്. മിൻഹ, ആ ഹദീസുകളിൽ പെട്ടതാണ് മാ റുവിയ അൻ അബി സഈദിൻ അൽ ഖുദരി, മാ റുവിയ റിവായത്ത് ചെയ്യപ്പെട്ടത്, അഥവാ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു റുവിയ എന്ന് പറഞ്ഞ മജ്ഹൂലായ സീഗ ഉപയോഗിക്കുമ്പോൾ അത് സ്ഥിരപ്പെട്ടതല്ല എന്ന സൂചന അതിൽ ഉണ്ട്. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ വന്ന എല്ലാ ഹദീസിലും എന്തെങ്കിലുമൊക്കെ ചില ദുർബലതകൾ ഉണ്ട്. പൊക്കിൾ മുതൽ മുട്ട് വരെ മറക്കണം എന്ന് പറയുന്ന വ്യത്യസ്തമായ ഹദീസുകളുണ്ട്. പക്ഷേ അതിൽ
100% എല്ലാവരും സഹിയാണ് എന്ന് ഇത്തിഫാക്കായി അംഗീകരിച്ച ഒറ്റ ഹദീസുമില്ല. എല്ലാ ഹദീസിലും എന്തെങ്കിലും നമുക്ക് ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും വ്യത്യസ്തമായ വഴികളിൽ ഉദ്ധരിക്കപ്പെട്ടല്ലോ, ഒരുപാട് റിവായത്തുകൾ വന്നല്ലോ, അതൊക്കെ ഒരു അസുലുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് എന്ന നിലക്കും സൂക്ഷ്മത എന്ന നിലക്കുമൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. പൊക്കിൾ മുതൽ മുട്ട വരെയാണ് പുരുഷൻ്റെ ഔറത്ത്. അപ്പോൾ അതിൽപ്പെട്ട ഒരു ഹദീസാണിത്. അബീ സഈദ് അൽ ഖുദരി, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെന്ന് അബൂ സഈദ് അൽ ഖുദരി പറയുന്നു. ഔറത്തുർ റജുലി മിൻ സുറത്തിഹി ഇലാ റുക്ബത്തിഹി, ഔറത്തുർ റജുലി ഒരു പുരുഷന്റെ ഔറത്ത് മിൻ സുറത്തിഹി ഇലാ റുക്ബത്തിഹി, അവൻ്റെ പൊക്കിൾ മുതൽ അവൻ്റെ മുട്ട് വരെ ആകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞുവെന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു. നമ്പർ 2 താഴെ കാണാം. റവാഹു ഉസാമ ഫി മുസ്നദിഹി വസനദുഹു ളഈഫുൻ. കണ്ടോ, ആ ഹദീസിന്റെ സനദ് ളഈഫാണ്. എന്നാൽ വലഹു ശവാഹിദു, ദുർബലമാണെങ്കിലും അതിന് ഉപോത്ബലകമായ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഷവാഹിദ് എന്ന് പറയുമ്പോൾ ഒരു ഹദീസ് സ്വഹീഹ് അല്ലായിരിക്കും, ളഈഫായിരിക്കും. എന്നാൽ അതേ ആശയത്തിൽ മറ്റു പല ഹദീസുകളും വരുന്നു. ആ ഹദീസ് കൊണ്ട് ഈ ഹദീസുകൾക്ക് ഒരു ബലം ലഭിക്കുന്നു. ചിലപ്പോൾ ആ വന്ന റിപ്പോർട്ടിലും ഒരു പക്ഷേ ചില ദുർബലതകൾ ഉണ്ടാവാം. എന്നാലും ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വന്നവ കൊണ്ട് മറ്റൊരു ബലം നൽകാൻ പറ്റും. എല്ലാത്തിലുമല്ല, എല്ലാ ളഈഫ് കൊണ്ടും എല്ലാ ളഈഫിനും ബലം കിട്ടൂല. ചിലത് കൂടുതൽ എണ്ണം വന്നാൽ കൂടുതൽ ദുർബലതയെ ഉണ്ടാവുള്ളൂ. ഒരു സ്വീകാര്യമല്ലാത്ത റിപ്പോർട്ട് വന്നു, സ്വീകാര്യമല്ലാത്ത മറ്റൊരാളിനെ ബലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പോരായ്മയായിട്ട് കണക്കാക്കപ്പെടുന്ന രംഗങ്ങളും ഉണ്ട്. ഒരു കള്ളനെ പിടിച്ചു, വേറെ കള്ളൻ പറഞ്ഞു പോകാൻ നല്ലവനാണ് പറഞ്ഞ്, നമ്മളെന്ത് മനസ്സിലാക്കും? അത് അപ്പം ഏതായാലും ഉറപ്പായി ഒരാൾ ശരിയില്ലാന്ന്. അങ്ങനത്തെ ഘട്ടങ്ങളും വരാം. കൂടുതൽ എണ്ണം വരുമ്പോൾ അതിൻ്റെ ബലഹീനത വർദ്ധിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട്. എണ്ണം കൂടുതൽ വരുമ്പോൾ കൂടുതൽ ശക്തി ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ട്. അത് മൊത്തത്തിൽ പൊതുവായി പറയാൻ പറ്റില്ല. വ്യത്യസ്തമായ റിപ്പോർട്ടിൽ വന്നുകൊണ്ട് എല്ലാം ശക്തി കിട്ടും എന്ന് പറയാൻ കഴിയില്ല. ചിലത് അത് ശക്തിയല്ല വർദ്ധിപ്പിക്കുക, പകരം അതിൻ്റെ ദുർബലതയാണ് വർദ്ധിപ്പിക്കുക. ഇവിടെ ഷവാഹിദ് അനുബന്ധമായി വന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ട്. വഖദ് വറദത് ഇദ്ദത്തു അഹാദീസ തദുല്ലു അലാ അന്നൽ ഫഖ്ദ ഔറ, തുട ഔറത്താണ് എന്ന് അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുമുണ്ട്. വഖദ് സ്വഹഹ ബഅദഹാ ബഅദു അഹ്ലിൽ ഇൽമി, അതിൽ ചിലതൊക്കെ സ്വഹീഹാണ് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നു. കണ്ടോ, ചിലതൊക്കെ സ്വഹീഹാണ് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പം 100% എല്ലാവരും ഏകോപിച്ചു പറഞ്ഞ സ്ഥിരപ്പെട്ടതാണ് എന്ന് ഇത്തിഫാഖായുടെ ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടില്ല. എന്നാൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾക്ക് ചില ദുർബലതകളുണ്ട്. ആ ദുർബലതകളെ പരിഹരിക്കാവുന്ന രൂപത്തിൽ ചില അനുബന്ധമായ റിപ്പോർട്ടുകൾ വന്നു. ആ റിപ്പോർട്ടുകൾ ഇവയ്ക്ക് പരിഹാരമായി സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെയുള്ള വിഷയത്തിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും സ്വഹിയായി വന്നിട്ടില്ല, അതുകൊണ്ട് അവിടുത്തെ പൊക്കിൾ മുതൽ മുട്ടുവരെയാണെന്ന് പറയാൻ തെളിവില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് ഈ റിപ്പോർട്ടുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു പുരുഷൻ്റെ അവിടത്തെ എന്ന് ചോദിച്ചാൽ ഏറ്റവും പറയാൻ സൂക്ഷ്മമായത് പൊക്കിൾ മുതൽ മുട്ടുവരെ എന്ന് പറയലാണ്. ഖാരിജ സ്വല, നിസ്കാരത്തിന് പുറത്ത്. നിസ്കാരത്തിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു തർക്കമില്ല, അത് നേരത്തെ പറഞ്ഞു പൊക്കിൾ മുതൽ മുട്ടുവരെ മറക്കണം, പുറമെ അയാളെ ഷോൾഡർ കൂടി മറക്കുന്ന കാര്യം പറഞ്ഞു. അല്ലാത്തപ്പോൾ ഒരു പുരുഷൻ മറക്കേണ്ടത് ആളുകൾക്കിടയിൽ, മറ്റു പുരുഷന്മാർക്കിടയിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ സാധാരണ ഇടപഴകുമ്പോൾ ഒരാൾ മറക്കേണ്ടത് ഏത്, അതാണ് ചർച്ച. അപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പോൾ തുണി മടക്കി കുത്തിയൊക്കെ നടക്കുമല്ലോ, നമ്മുടെ നാട്ടിൽ തുണി മടക്കി കുത്തിയിട്ട് അങ്ങാടി കൂടെയൊക്കെ നടക്കും. അപ്പോൾ അത് പറ്റുമോ, ഹറാമെന്ന് പറയണോ എന്നൊക്കെ ഈ ചർച്ചയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം പൊക്കിൾ മുതൽ മുട്ടുവരെയാണ് പുരുഷൻ്റെ അവിടത്തെ എന്നാണ്. എന്നാൽ വദഹബ ബഅദു അഹ്ലിൽ ഇൽമി, ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. വദഹബ ബഅദു അഹ്ലിൽ ഇൽമി, ദഹബ എന്ന് പറഞ്ഞാൽ ഇവിടെ അഭിപ്രായപ്പെട്ടു, ദഹബ ഇല എന്നാണ്. ദഹബക്ക് പോയി എന്നർത്ഥം. എന്നാൽ ദഹബ ഇല, ദഹബ ബഅദു അഹ്ലിൽ ഇൽമി ഇല അന്ന അവിടത്തെ റുജുല, ഇല
ദഹബയോട് ഇല എന്ന് ചേർക്കുമ്പോൾ അതൊരു ഫ്രൈസാണ്. ദഹബ ഇല എന്ന് വന്നാൽ അഭിപ്രായപ്പെട്ടു അർത്ഥം. അതാണ് മദ്ഹബ് എന്നുള്ള വാക്ക് വന്നത്. മദ്ഹബു ഷാഫിഈ എന്ന് പറഞ്ഞാൽ മാ ദഹബ ഇലൈഹി ഷാഫിഈ, മാ ദഹബ ഇലൈഹി അഷ്ശാഫിഈ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അഭിപ്രായപ്പെട്ട കാര്യം, അതിനാണ് മദ്ഹബു ഷാഫിഈ. അതെ, അതന്നെ. അപ്പൊ അതാണ് ഇവിടെയും വദഹബ ബഅ്ദു അഹ്ലിൽ ഇൽമി, മേലെ കണ്ടു തുടങ്ങിയത് എങ്ങനെയാണ്? ദഹബ ജുംഹൂർ അഹ്ലിൽ ഇൽമി ഇലാ അന്ന അവിടുത്തെ റജുൽ, അവിടെയും അതാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അപ്പൊ ജുംഹൂർ അഭിപ്രായപ്പെട്ടത്, ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് പൊക്കിൾ മുതൽ മുട്ട് വരെയാണ് അവിടുത്തെ എന്നാണ്. എന്നാൽ വദഹബ ബഅ്ദു അഹ്ലിൽ ഇൽമി, ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഇലാ അന്ന അവിടുത്തെ റജുലി, പുരുഷന്റെ അവിടത്ത് ഹിയ സൗഅതാനി, മുൻഭാഗവും പിൻഭാഗവും മാത്രമാണ്. വമാ ഹൗലഹുമാ, അതിൻ്റെ പരിസരവും അതിന് ചുറ്റുപാടുകളും, അതാണ് നിർബന്ധമായും ഒരാൾ മറക്കേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്. വഖാലു, അവർ പറഞ്ഞ ന്യായം, ഇത് രണ്ടുമാണ് അവിടുത്തെ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം. ഇന്ന അഹദീസ തഹ്ദീദിഹാ ബിമാ ബൈന സുറത്തി വറുക്ബതി, പൊക്കിൾ മുതൽ മുട്ടുവരെയാണ് അവിടുത്തെ എന്ന് നിജപ്പെടുത്തുന്ന ഹദീസുകൾ കുല്ലുഹാ ദഈഫത്തുൻ, അതെല്ലാം ദഈഫാകുന്നു എന്നാണ് അവർ ന്യായമായി പറഞ്ഞത്. ഈ ഹദീസുകളൊക്കെ ദഈഫാണ്, അതുകൊണ്ട് അതാണ് അവിടുത്തെ നിന്ന് പറയാൻ സ്ഥിരപ്പെട്ട തെളിവില്ല, അതിനാൽ നമുക്കിത് പറയാവതല്ല എന്നാണ് ആ വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ വഖൗലുൽ ജംഹൂരി, ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അഹ്വതു, അതാണ് കൂടുതൽ സൂക്ഷ്മതയുള്ളത്. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് കൂടുതൽ സൂക്ഷ്മതയുള്ളത്. അതായത് പൊക്കിൾ മുതൽ മുട്ട് വരെ. അപ്പം ഈ രണ്ടഭിപ്രായങ്ങളിൽ രണ്ട് നിലക്ക്, ഒന്ന് ഭൂരിപക്ഷം പറഞ്ഞ അഭിപ്രായം പൊക്കിൾ മുതൽ മുട്ട് വരെ, ഈ രണ്ടഭിപ്രായങ്ങളിൽ ഏറ്റവും സൂക്ഷ്മത ഏത്? സംശയമില്ല, സൂക്ഷ്മത പൊക്കിൾ മുതൽ മുട്ട് വരെ എന്ന് പറയൽ തന്നെയാണ്. അതുകൊണ്ട് അതാണ് കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായം. ഏത്? അതാണ് ഇപ്പോൾ ആകെ വന്ന റിപ്പോർട്ട്. അതുകൊണ്ട് മാത്രം അത് അവിടത്തല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ, അത് സംഭവമാണ്, അതറിയാതെ കണ്ടതായിരിക്കാം, ഒഴിവായതായിരിക്കാം. അതുകൊണ്ട് മാത്രം അത് അവിടത്താന്ന് പറയാം, അവിടത്തല്ല എന്ന് പറയാനും അവിടത്താണ് പറയാനൊന്നും അത് പറ്റുക ഇല്ല. താഴെ കാണാം നമ്പർ 4 കണ്ടോ. ഖാല ഇമാം ബുഖാരി ഫി സ്വഹീഹി ബാബു മാ യുദ്കറു ഫിൽ ഫഖ്ദി, സ്വഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്, തുടയെക്കുറിച്ച് പറയുന്ന അധ്യായം. അത് അവിടെ കാണാം വയുർവ അൻ ഇബ്നു അബ്ബാസിൻ വജുർഹുദിൻ വമുഹമ്മദ് ബിൻ ജഹ്ഷിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫഖ്ദു ഔറ, തുട ഔറത്താകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസിൽ നിന്നും ജുർഹുദിൽ നിന്നും മുഹമ്മദ് ബിൻ ജഹ്ഷിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്നു എന്ന് ഇമാം ബുഖാരി പറയുന്നു. വഖാല അനസ് ബിൻ മാലിക്, എന്നാൽ അനസ് റളിയല്ലാഹു പറയുന്നു ഹസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഫഖ്ദിഹി, നബി തങ്ങൾ തൻ്റെ തുട വെളിവാക്കി എന്ന് അനസ് റളിയല്ലാഹു പറയുകയും ചെയ്യുന്നു. ഖാല അബൂ അബ്ദില്ലാ, അത് ഇമാം ബുഖാരി, അദ്ദേഹം പറയുന്നു വഹദീസു അനസിൻ അസ്നദു, അനസ് റളിയല്ലാഹുവിൻ്റെ ഈ ഹദീസാണ് സനദ് കൊണ്ട് കൂടുതൽ സ്ഥിരപ്പെട്ടത്. ഇപ്പം രണ്ട് വിരുദ്ധമായി വന്നല്ലോ, ഒന്ന് ഫഖ്ദ് അവിടത്താണ് എന്ന് വന്നു, മറ്റൊരു നബി തങ്ങൾ തൻ്റെ തുട വെളിവാക്കി എന്നും വന്നു. അവ രണ്ടും വൈരുദ്ധ്യമായി. എന്നാൽ ഇത് രണ്ടും കൊടുത്ത ഇമാം ബുഖാരി പറയാണ് അനസ് ബിൻ മാലിക്കിൻ്റെ റിവായത്ത്, അതായത് നബിയുടെ തുട വെളിവായി എന്ന് പറയുന്ന ആ റിവായത്ത്, അതാണ് അസ്നദു, സനദ് കൊണ്ട് ഏറ്റവും സ്ഥിരപ്പെട്ടത്. എന്നാൽ ഹദീസ് ജുർഹുദിൻ അഹ്വതു, മറ്റേ ഹദീസാണ് കൂടുതൽ സൂക്ഷ്മമായത്. ഏത്? തുട അവിടത്താകുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ സൂക്ഷ്മം. എന്നാൽ സനദ് വെച്ച് നോക്കിയാലോ അതിനേക്കാളും സ്ഥിരപ്പെട്ടത് ഇതാകുന്നു എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് രണ്ടും കൂടി ജംഅ് ചെയ്തു. ഹത്താ യഖ്റുജ മിൻ ഇഖ്തിലാഫിഹിം. ആ സ്വഹീഹ് ബുഖാരിയിൽ സനദോട് ഉദ്ധരിച്ചതല്ല, സ്വഹീഹ് ബുഖാരി സനദോട് ഉദ്ധരിച്ചതല്ല. ഈ വിഷയം ചർച്ച കൊണ്ടുവന്നപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളാണ്. എന്നാൽ അദ്ദേഹം പറയാണ് ഹത്താ യഖ്റുജ മിൻ ഇഖ്തിലാഫിഹിം, ഇത് സൂക്ഷ്മതയാണ് പറയാൻ കാരണം എന്ത്? ഈ അഭിപ്രായം എടുത്താൽ പണ്ഡിതന്മാരുടെ വീക്ഷണ വ്യത്യാസത്തിൽ നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഒരാൾ ഈ അഭിപ്രായം എടുത്തു, അങ്ങനെ പൊക്കിൾ മുതൽ മുട്ട് വരെ മടച്ചു, അതിന് നഷ്ടം വല്ലതും ഉണ്ടോ? ഇല്ല. മറ്റേ അഭിപ്രായം വേറെ എടുത്തു, അയാൾ പൊക്കിളൊക്കെ മടക്കാതെ ഈ മുൻഭാഗം പിൻഭാഗം മാത്രം മടച്ച് ബാക്കിയൊക്കെ വെളിവാക്കി നടന്നു. അഥവാ മറ്റേ അഭിപ്രായമാണ് ശരിയെങ്കിലോ ഇയാൾ ചെയ്തത് ഹറാമായി മാറി.
അപ്പം വീക്ഷണ വ്യത്യാസമുള്ള വിഷയം എന്ന നിലയ്ക്ക് സാധാരണ പണ്ഡിതന്മാരുടെ ശൈലിയാണ് ഖുറൂജും മിനൽ ഖിലാഫ് എന്ന് പറയും. 2, 3, 4 അഭിപ്രായം വന്നോടത്ത് രണ്ടാൽ ഒന്നിനെ നമുക്ക് കൂടുതൽ ബലപ്പെടുത്താൻ തെളിവുകളും കാണുന്നില്ല എങ്കിൽ എല്ലാ അഭിപ്രായ പ്രകാരവും നമുക്ക് ദോഷകരമല്ലാത്ത വഴി ഏതാ നോക്കും. അത് പൊതു പണ്ഡിതന്മാരുടെ ശൈലിയാണ്. വീക്ഷണ വ്യത്യാസം പറഞ്ഞ സ്ഥിതിക്ക് അതിനെ പരിഗണിക്കുക. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടൊരു കായികയുമാണ്, ഹദീസ് വന്ന കാര്യമാണ്. നബിയുടെ ഒരു സ്വഹാബി വിവാഹം കഴിഞ്ഞു, അവർ ഭാര്യഭർത്തകമായി ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടാക്കും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾ രണ്ടാക്കും ഞാൻ മുല വന്നിട്ടുണ്ട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഞാൻ മുല കൂട്ടിയിട്ടുണ്ട്. അപ്പം മുലകൂടി ബന്ധത്തോടെ നിങ്ങൾ രണ്ടാളും സഹോദരി സഹോദരന്മാർ അപ്പോഴേക്കോട്ട് അറിയില്ല. അങ്ങനെ സ്ത്രീ മുല കൊടുത്ത വിവരം ഇവരടുത്തില്ല. അന്നത്തെ കാലത്ത് വ്യാപകമാണ് ഈ മുല കൊടുക്കുന്ന സമ്പ്രദായങ്ങൾ. അപ്പം നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ മുല കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സഹോദരി സഹോദരങ്ങളാണ്, നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റില്ലാണ് ഇല്ല. അങ്ങനെ ഇവർ നബിയുടെ എന്താ കാട്ട്, ഇവർ ദമ്പതിമാരായി ജീവിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ത്രീ വന്ന് ഉന്നയിക്കുകയും ചെയ്തിരിക്കും, വേറെ തെളിവൊന്നുമില്ല. അപ്പം നബി ഞങ്ങൾ പറഞ്ഞു കൈഫ വഖദ് ഖീല, ഇങ്ങനെ പറയപ്പെട്ട സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇണങ്ങളായി ജീവിക്കുക? ഉന്നയിക്കപ്പെട്ടല്ലോ, ഒരു സ്ത്രീകളെ പറഞ്ഞു, അങ്ങനെ പറയപ്പെട്ട സ്ഥിതിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് അവരോട് പിരിയാൻ വേണ്ടി നബി ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒരു ഖിലാഫ് പറഞ്ഞാൽ ആ ഖിലാഫിനും ഒരു പരിഗണന, ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളുന്നില്ല, എന്നാലും ഒരഭിപ്രായം പറഞ്ഞല്ലോ, പരിഗണിക്കപ്പെടേണ്ടവരാണ് ആരെങ്കിലും പറഞ്ഞല്ലോ. ഇവിടെ പണ്ഡിതന്മാർ പരിഗണിക്കപ്പെടേണ്ടുന്ന വലിയ വലിയ പണ്ഡിതന്മാരാണ് പറയുന്നത്. അപ്പോൾ ആ അഭിപ്രായത്തെ കൂടി മാനിച്ചുകൊണ്ട് നമ്മൾ സൂക്ഷ്മത. അപ്പോൾ ഇത് തെളിവില്ല നോക്കുക, ഈ ഹദീസ് ദഈഫാണ് എന്ന് വെക്കുക. എന്നാലും ഇങ്ങനെ അഭിപ്രായങ്ങൾ ജുംഹൂർ ഭൂരിപക്ഷം പറഞ്ഞല്ലോ, ഭൂരിപക്ഷം ഒരു അഭിപ്രായം പറയുമ്പോൾ അതങ്ങനെ നമുക്ക് തള്ളിക്കളയാവുന്ന അഭിപ്രായമല്ല. അതുകൊണ്ട് ഹദീസ് ദഈഫാണ് സമ്മതിച്ചാൽ പോലും ഇവിടെ ചെയ്യേണ്ടതെന്നാണ് സൂക്ഷ്മത നിലയ്ക്ക് ഏറ്റവും നല്ലത് പൊക്കിൾ മുതൽ മുട്ട് വരെ അവിടത്തെ പറയലാണ്. അത് ഇമാം ബുഖാരി അടക്കം സ്വീകരിച്ച നിലപാടാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ്, മിൻ ഇഖ്തിലാഫിഹിം, പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. വഖല അബൂ മൂസ, മാത്രമല്ല അബൂ മൂസ അശ്അരി പറയുന്നു, വത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്ബതൈഹി ഹീന ദഖല ഉസ്മാൻ അഫ്ഫാൻ കടന്നു വന്നപ്പോൾ നബി തങ്ങൾ തൻ്റെ കാൽമുട്ട് മറച്ചു. നബിയുടെ മുട്ട് വെളിവായിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാ ഉസ്മാൻ അഫ്ഫാൻ കയറുന്നത്. അദ്ദേഹം കയറി വന്നപ്പോൾ നബി തങ്ങൾ വേഗം കാലിൻ്റെ മുട്ട് മറച്ചു. അപ്പോൾ അതും എന്തിനേക്കുള്ള സൂചനയാണ്? അത് കാണാൻ പറ്റൂല. പക്ഷെ തിരിച്ചടി പറഞ്ഞത് അത് അവിടത്തായതുകൊണ്ടല്ല, നബി കാരണം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നബി ഉസ്മാൻ അഫ്ഫാൻ വലിയ ലജ്ജയുള്ള ആളാണ്. ഉസ്മാൻ അഫ്ഫാൻ വലിയ ലജ്ജയുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു ബഹുമാനം നബി പോലും കൽപ്പിക്കുന്നതാണ്. ഉസ്മാൻ അഫ്ഫാൻ നബിക്ക് പോലും ബഹുമാനമായിരുന്നു. അതുകൊണ്ട് മറ്റുള്ള പലരോടും സംസാരിക്കുന്ന ചില സംസാരം പോലും നബി ഉസ്മാൻ അഫ്ഫാൻ മുമ്പിൽ പറയില്ല. അദ്ദേഹം വലിയ ലജ്ജയുള്ള വലിയ മാന്യത കാത്തു ഉസ്മാൻ അഫ്ഫാൻ അല്ലു. അതുകൊണ്ട് ഉസ്മാൻ അഫ്ഫാൻ്റെ കാര്യത്തിൽ നബിക്ക് പോയി പ്രത്യേകം ലജ്ജ നബി ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അത് ആ നിലക്കായിരിക്കാം, ഒരു വജഹാണ്, ശരിയാണ്, ആയിരിക്കാം, അല്ലായിരിക്കാം. ഏതായിരുന്നാലും ഇതെല്ലാം ചേർത്തി വെക്കുമ്പോൾ കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായം പൊക്കിൾ മുതൽ മുട്ട് വരെയാണ് പുരുഷൻ്റെ അവിടുത്തെ നിസ്കാരത്തിലല്ലാത്തപ്പോൾ എന്നതാണ് വല്ലാഹു അഅലം. ഇനി ذهب جمهور أهل العلم 1455 മസ്അല, ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായം പറയുന്നു, ഇലാ അന്നഹു ലാ ഔറത ലിസ്സഗീർ, ചെറിയ കുട്ടിക്ക് ഔറത്തില്ല. ചെറിയ കുട്ടിയെ സംബന്ധിച്ച് ഔറത്ത് എന്ന ഒന്നില്ല. അല്ലദീ ലം യബ്ലുഗ് 7 സിനീന, 7 വയസ്സ് എത്തിയിട്ടില്ലാത്ത. മറ്റവൾ ഇന്നലെ പറഞ്ഞു, പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെങ്കിലും ഇത് മറക്കാൻ പറയണം. എന്തിനാ പറഞ്ഞത്? തദ്രീബൻ ലഹു, അവനൊരു പരിശീലനം എന്ന നിലക്ക്. 7 വയസ്സും താഴെയാണ്, 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സൊക്കെ ആയ കുട്ടികൾ, അവർക്ക് ഔറത്തില്ല. ഇപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഒന്നും എടുക്കാതെ നടക്കും. അവർ ആര് വന്നാലും ചിലപ്പോൾ അവരെ ഗുഹ്യസ്ഥാനം വരെ കാണും, അത് പ്രശ്നമില്ല. ചെറിയ കുട്ടികൾക്ക് ഔറത്തില്ല എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ലിഅന്നഹു ലാ യുഖ്ശാ മിൻ ഇഫ്തിതാനി ബിന്നളരി ഇലൈഹി, എന്തുകൊണ്ടില്ല? അത്തരം കുട്ടികളെ ഔറത്ത് കാണുക വഴി ഒരു ഫിത്ന ഭയപ്പെടുന്നില്ല. ഔറത്ത് നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല പറഞ്ഞെന്താണ്? അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വികാരമുണ്ടാകും. അതുവഴി ഫിത്നകൾക്ക് നിമിത്തമായി മാറും. ഫിത്ന പാടില്ല, ഹറാമാണ്. അതുകൊണ്ട് ഫിത്നയിലേക്കുള്ള എല്ലാ വഴികളും അടയ്ക്കേണ്ടതാണ്.
ഇസ്ലാമിൻ്റെ പൊതു തത്വം അതാണ്. ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്തിക്കാവുന്ന എല്ലാ വഴികളും വസീലകളും പാടില്ല എന്ന് പറയും. അവിടെ ഇതൊരു ഫിത്നയാണ്, വ്യഭിചാരം ഫിത്നയാണ്. അതേപോലെ അതുമായി ബന്ധപ്പെട്ട സ്വവർഗരതി ഫിത്നയാണ്, ഹറാമാണ്. അതുകൊണ്ട് അതിലേക്ക് എത്താൻ എന്തൊക്കെ നിമിത്തങ്ങളുണ്ടോ ആ നിമിത്തങ്ങൾക്ക് ഇസ്ലാം പാടില്ല എന്ന് പറയും. അതുകൊണ്ട് അന്നാണും പെണ്ണും ഒറ്റക്കാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനു വേണ്ടിയാണ്. അപ്പം ഇവിടെ ഈ കുട്ടികളെ അവിടത്ത് കാണുക വഴി ഒരു ഫിത്ന ഭയപ്പെടാനില്ല. അതുകൊണ്ട് കുട്ടിക്ക് പ്രത്യേകിച്ച് അവിടത്തില്ല എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ അമ്മ മൻ ബലഗ സബ്അ സിനീന, എന്നാൽ 7 വയസ്സെത്തിക്കഴിഞ്ഞാൽ വലം യസിൽ ഹദ്ദൽ ബുലൂഗി, പ്രായപൂർത്തിയെക്കുട്ട് എത്തിയിട്ടുമില്ല. 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സൊക്കെയുള്ള കുട്ടികൾ ഒരു പ്രായപൂർത്തിയായിട്ടുണ്ടോ? ഇല്ല. അത്തരം കുട്ടികളാണെങ്കിൽ ഫഖദ് ദഹബ ബഅദു അഹ്ലിൽ ഇൽമി ഇലാ അന്ന ഔറതഹു മിന സുറത്തി ഇലാ റുക്ബതി, ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ആ കുട്ടികൾ അവിടത്ത് പൊക്കിൾ മുതൽ മുട്ട് വരെയാണ്. ഖിയാസൻ അലൽ കബീർ, വലിയവരോട് ഖിയാസാക്കിക്കൊണ്ട്. പ്രത്യേകം തെളിവൊന്നുമില്ല, അത് തെളിവ് ഖിയാസാണ്. ആ ഖിയാസ് എന്താണ്? വലിയവരിത് പാടില്ല എന്ന് പറഞ്ഞല്ലോ, എങ്കിൽ ഇവർ 7 വയസ്സായാൽ ആ കുട്ടിക്ക് ചില നിയമങ്ങൾക്ക് ഇസ്ലാമിനുണ്ട്. നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞു, അതുപോലെ അദബുകൾ പഠിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ നിലക്ക് ഈ വേഷത്തിൻ്റെ കാര്യത്തിലും അവന് ചില നിയമങ്ങളുണ്ട്. അതുകൊണ്ട് അവനും പൊക്കിൽ മുതൽ മുട്ട് വരെ മറക്കണമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും പറഞ്ഞല്ല, ബഅദു അഹ്ലിൽ ഇൽമി, ചില പണ്ഡിതന്മാർ. താഴെ നമ്പർ കാണാം, വഹാദാ മദ്ഹബുൽ മാലിക്കിയ്യ. ഇതാണ് മാലിക്കി മദ്ഹബ്. മാലിക്കി മദ്ഹബിൽ 7 വയസ്സായ കുട്ടി പൊക്കിൾ മുതൽ മുട്ട് വരെ മറക്കേണ്ടതാണ്. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും അത് വേണ്ട എന്ന് പറഞ്ഞത് പ്രായപൂർത്തിയാകുമ്പോഴേ അവർക്ക് അവിടത്ത് ബാധകമാകുന്നുള്ളൂ. എന്നാൽ അതിന് മുമ്പ് മറക്കാൻ പറയാം. അത് ആ കുട്ടിക്ക് ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് വളരുമ്പോഴും കുട്ടിക്കൊരു ലജ്ജയുണ്ടാകണമെങ്കിൽ ചെറുപ്പത്തിൽ അങ്ങനെ ശീലിച്ച് പോകണം. നമ്മൾക്ക് സാധാരണ ഉണ്ടാവും, വീട്ടിലാരും വന്നാലൊക്കെ വേഗം വീട്ടിൽ ഹൗസ് ഇടാൻ പറയും, കുപ്പായിടാൻ പറയും. അതെന്തിനാണ്? ഒരു ലജ്ജ ശീലിപ്പിക്കാം. ഒരാൾ വരുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റുന്നതല്ല, ഇതൊക്കെ മറക്കേണ്ടതാണ് എന്നൊരു പൊതുബോധം ആ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശമാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ്. ഇനി സ്ത്രീയുടെ വിഷയം. ഇപ്പോൾ പുരുഷൻ അവിടത്തോടെ കഴിഞ്ഞു. വലിയ ആളുകൾ, കുട്ടികൾ, പ്രായപൂർത്തിയായത് ആവാത്തത്, ചെറിയ കുട്ടികൾ എല്ലാം പറഞ്ഞു. ഇനി സ്ത്രീകളാണെങ്കിൽ യജിബു അലൽ ഹുർറത്തി, സ്വതന്ത്ര സ്ത്രീക്ക് നിർബന്ധമാണ്. സ്ത്രീകളുടെ വിഷയത്തിൽ സ്വതന്ത്ര സ്ത്രീ അടിമ സ്ത്രീ എന്ന വ്യത്യാസം ഉണ്ടോ ഇല്ലേ? അതൊരു മസലയാണ്. സ്വതന്ത്ര സ്ത്രീക്കും അടിമ സ്ത്രീക്കും ഒരേ അവിടത്താണോ? ഇനി ഒരേ അവിടത്ത് അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ അവിടത്താണോ അതോ പുറത്തൊന്നാണോ എന്നൊക്കെയുള്ള വിഷയം വരുന്നുണ്ട്. ഒക്കെ ഇത് വിശദമായി ചർച്ചയ്ക്ക് വരും. എന്താണെങ്കിലും സ്വതന്ത്ര സ്ത്രീ, അതാണ് ഹുർറത്ത് എന്നുള്ളത്, സ്വതന്ത്ര സ്ത്രീകൾ. അടിമ സ്ത്രീകൾ പലപ്പോഴും ജോലിക്ക് പോകേണ്ടി വരും, യജമാനു വേണ്ടി സമ്പാദിച്ചു കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ പുരുഷന്മാരെ പോലെ പലപ്പോഴും ജോലിക്കിറങ്ങുന്നവരാണ് അടിമ സ്ത്രീകൾ. അപ്പോൾ അവർക്ക് ചില ഇളവുകൾ ഇസ്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സ്വതന്ത്ര സ്ത്രീകളെപ്പോലെ പൊതുവെ കണ്ടാൽ ആശിക്കപ്പെടുക എന്നത് അടിമ സ്ത്രീകളുടെ കാര്യത്തിൽ താരതമ്യേന കുറവായിരിക്കും. ആ നിലയ്ക്കല്ല അവിടെ പെരുമാറ്റം ഇടപെടുന്നതും അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ സ്വതന്ത്ര പുരുഷന്മാരെ അവരും അല്ലാതെ ഒരു ആശ വെച്ച് പുലർത്തൂല. അവരും അങ്ങനത്തെ പ്രതീക്ഷ ജീവിതത്തിലില്ല. അവരൊക്കെ അധികവും ഒരു ജോലിക്കാരായി അങ്ങനെ അടിമകളായി കഴിഞ്ഞു പോകുന്ന ആളുകളാണല്ലോ. അപ്പോൾ അവർക്ക് ചില ഇളവുകൾ ഇസ്ലാം അവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹുർറത്ത് എന്ന് പ്രത്യേകമായി പറഞ്ഞത്. യജിബു അലൽ ഹുർറത്തി, സ്വതന്ത്ര സ്ത്രീക്ക് നിർബന്ധമാണ്, ഫിസ്വലാത്തി, നിസ്കാരത്തിൽ, അൻ തുഗത്തിയ ജമീഅ ബദനിഹാ, അവളുടെ ശരീരം പൂർണ്ണമായും മറക്കൽ നിർബന്ധമാണ് നിസ്കാരത്തിൽ. സിവൽ വജ്ഹി വൽ കഫൈനി വൽ ഖദമൈൻ, മുഖവും മുൻകൈകളും കാൽപാദങ്ങളും ഒഴികെ. മുഖവും മുൻകൈകളും കാൽപാദങ്ങളും ഒഴികെ ബാക്കിയെല്ലാം നിസ്കാരത്തിൽ മറക്കൽ നിർബന്ധം. ഇതിൽ നിസ്കാരം ശരിയാവാൻ വേറെ കാണാനല്ല, വേറെ കാണാൻ പറ്റുമോ അത് വേറെ വിഷയം. നിസ്കാരം സഹിയാവണമെങ്കിൽ മുൻകൈയും മുഖവും കാൽപാദവും ഒഴികെ ബാക്കിയെല്ലാം മടയേണ്ടതാണ്. വഹാദ മുജ്മഉൻ അലൈഹി ഫിൽ ജുംല, ഇത് മൊത്തത്തിൽ ഏകോപനമുള്ള കാര്യമാകുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ട്, അതുകൊണ്ട് ഫിൽ ജുംല എന്ന് പറയുന്നത് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഇജ്മാ ഉള്ള കാര്യമാണ് ഇത് എന്നർത്ഥം. ലിമാ റുവിയ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ഇതൊക്കെ വെളിവാകാം എന്ന് പറയാൻ തെളിവെന്താണ്?
നബിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത ഹായിദിൻ ഇല്ലാ ബിഖിമാരിൻ. നബി തങ്ങൾ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു, അല്ലാഹു തആല സ്വീകരിക്കുകയില്ല, സ്വലാത്ത ഹായിദിൻ, പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ നിസ്കാരം. ഹൈദ് എന്ന അർത്ഥവകാരി, ഉദ്ദേശിച്ചത് ഹൈദ് ഉണ്ടായ പെണ്ണ്. പ്രായപൂർത്തി എത്രയാണോ ഹൈദ്, ആ പ്രായപൂർത്തിയായ ഒരു പെണ്ണിൻ്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല, ഇല്ലാ ബിഖിമാരിൻ, മുഖമക്കനയോട് കൂടി അല്ലാതെ. ഖിമാർ എന്ന് പറഞ്ഞാൽ മക്കന, മക്കന ഇട്ടുകൊണ്ടല്ലാതെ അത്തരം ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പെണ്ണിൻ്റെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അപ്പം മക്കന ഇട്ടാൽ മുഖം വെളിവാകുമല്ലോ, മക്കന ധരിച്ചാലും മുഖം വെളിവാകും. അതുകൊണ്ടാണ് തെളിവാക്കിയത്. അപ്പം മുഖം വെളിവാകാം എന്ന് തെളിവാക്കിയത് അതിൽ നിന്നാണ്. പക്ഷേ ഹദീസ് സ്വഹിയാണോ സ്വഹിയല്ല എന്നതൊക്കെ പൊതുവെ തർക്കമുണ്ട്. ദഈഫാണ് എന്നാണ് പൊതുവെയുള്ള വീക്ഷണം. അതുകൊണ്ടാണ് ഇവിടെ ലിമാ റുവിയ അനിൻ നബി എന്ന് പറഞ്ഞത്. നബിയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതാണ് കാരണമായി പറഞ്ഞത്. നമ്പർ 5 താഴെ, റവാഹുൽ ഇമാം അഹ്മദ് വഅബൂ ദാവൂദ് വൽ ഹാക്കിം വൽ ബൈഹഖി വഗൈറുഹും. കണ്ടോ, ഇമാം അഹ്മദ്, ഇമാം അബൂ ദാവൂദ്, ഇമാം ഹാക്കിം, ഇമാം ബൈഹഖി എന്നിവരും അല്ലാത്തവരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിൻ തുറുഖിൻ മുത്തസിലത്തിൻ വ മുർസലത്തിൻ, വ്യത്യസ്ത വഴികളിൽ വന്നു. ചില വഴികൾ മുർസലാണ്, അഥവാ സ്വഹാബി കളയപ്പെട്ടുകൊണ്ട് ഒരു താബിഈ ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ രൂപത്തിൽ വന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടിലാവട്ടെ നബിയെ ചേർത്തിക്കൊണ്ട് വന്നിട്ടുമുണ്ട്. വഖദ് റജ്ജഹ ഗൈറു വാഹിദ് മിൻ ഹുഫാദി ഇർസാലഹു, ധാരാളം പണ്ഡിതന്മാർ ഇത് മുർസലാണ് എന്നതിനെയാണ് പ്രബലപ്പെടുത്തിയത്. ഒരു ഹദീസിൽ അങ്ങനെ വീക്ഷ വ്യത്യാസങ്ങൾ വരാം. ഒരു ഹദീസ് മുർസലാണോ മുത്തസിലാണോ. ഇപ്പോൾ താബിഈ പറയും ഖാല റസൂലുള്ളാഹ് എന്ന് പറയും, ഇവിടെ താബിഈ ഖാല റസൂലുള്ളാഹ് എന്ന് പറയും, അതിനാണ് മുർസൽ എന്ന് പറയാം. അപ്പോൾ അതിനിടയ്ക്ക് സ്വഹാബി ഉണ്ടാവുമല്ലോ. ഈ താബിയുടെയും നബിയുടെയും ഇടയിൽ ഒരു സ്വഹാബി നിർബന്ധമായും ഉണ്ടാകും. താബി നബിയിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കുകയില്ല. അത്തരം ഹദീസിലാണ് മുർസൽ എന്ന് പറയുക. അങ്ങനത്തെ ഹദീസുകൾ സ്വീകാര്യമാണോ അല്ലേ? ഭൂരിപക്ഷ അഭിപ്രായം സ്വീകാര്യമല്ല എന്നാണ്. ഭൂരിപക്ഷ അഭിപ്രായം മുർസലാണെങ്കിൽ അത് ദഈഫിന്റെ ഗണത്തിലാണ് വരിക, അത് സ്വീകാര്യമല്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് മുർസൽ സ്വീകാര്യമാണ് എന്ന് ചില ഉപാധിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാഫി മദ്ഹബിൽ ചില വിഷയത്തിലൊക്കെ മുർസൽ ഹദീസുകൾ തെളിവായി സ്വീകരിക്കലുണ്ട്. മറ്റുള്ളവരൊക്കെ പൊതുവെ മുർസൽ സ്വീകാര്യമല്ല എന്ന അഭിപ്രായക്കാർ. അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് അതിൽ ചില വിശദാംശങ്ങൾ കാണിച്ചിട്ടുണ്ട്. എല്ലാ മുർസലും സ്വീകാര്യവുമല്ല, എല്ലാ മുർസലും അസ്വീകാര്യവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ അതിൽ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു ഹദീസ് ഒരു സനദ് പ്രകാരം മുർസലായി വന്നു, മറ്റൊരു ഹദീസിലൂടെ മുത്തസിലായി കിട്ടുകയും ചെയ്തു. അവിടെ ഏതിന് പ്രാബല്യം നൽകണം, ഏതിന് പ്രാമുഖ്യം നൽകണം എന്നതിലൊക്കെ വീക്ഷണ വ്യത്യാസങ്ങൾ. അത് ഉസൂൽ ഹദീസിന്റെ വലിയൊരു ഏരിയയാണ്. അതാണ് ഇവിടെ പറഞ്ഞ ചില പണ്ഡിതന്മാർ ഇത് മുർസലാണ് എന്നതിനാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. അപ്പം മുർസലാന്ന് വന്നാലോ ദഈഫിലേക്ക് വരും, അപ്പം തെളിവായി സ്വീകാര്യമാവുക ഇല്ല. ലാകിൻ എന്നാൽ ഖൗലുൽ അഇമ്മത്തുൽ ഹുഫാദി അസഹു. ഇല്ല, താബിഈ വിശ്വസ്തനായതുകൊണ്ട് മാത്രം കാര്യമില്ല. താബിഈ വിശ്വസ്തനായി എന്നതുകൊണ്ട് മാത്രം ആ ഹദീസ് സ്വഹീഹായി വരില്ല. കാരണം ആ താബിയുടെയും നബിയുടെയും ഇടയിൽ ഒരു സ്വഹാബി തന്നെയാണോ ഉള്ളത് എന്ന് ഉറപ്പില്ല. ആ താബിഴിയോടൊരു പക്ഷേ വേറെ താബിഴി പറഞ്ഞതായിരിക്കാം, ആ താബിഴിക്കായിരിക്കാം സ്വഹാബിനെ കിട്ടിയിട്ടുണ്ടാവുക. എന്നാൽ ഒരു താബിഴി പറയാണ് നബി പറഞ്ഞുവെന്ന് എന്നോടൊരു സ്വഹാബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ താബി വിശ്വസ്തനാണെങ്കിൽ സ്വീകാര്യമാണ്. കാരണം സ്വഹാബി ഏത് സ്വഹാബിയാണ് അത് നമുക്ക് വിഷയമല്ല, ഏത് സ്വഹാബിയാണെങ്കിലും സ്വീകാര്യമാണ്. അതുകൊണ്ട് കാര്യമില്ല. അതല്ല, വിശ്വസ്തത മാത്രമല്ല, സഹാബിമാരുമായി സഹവസിച്ചവരൊക്കെ താബിഈ പറയും, അവരൊക്കെ വിശ്വസ്തരായിരിക്കും. പക്ഷെ ഹദീസ് സ്വീകരിക്കുന്നിടത്ത് ആ വിശ്വസ്തത പോരാ. ഹദീസ് സ്വീകരിക്കുന്നിടത്ത് സാധാരണ വിശ്വസ്തത പോരാ, അതിനപ്പുറത്തുള്ള ചില അദാലത്താണ്. അല്ല അതിനർത്ഥം ഒരു വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ല, നമ്മളെക്കാളൊക്കെ ലക്ഷക്കണക്കിന് ഇരട്ടി മേലേക്കുമൊക്കെ. പക്ഷെ ഹദീസിൽ എന്നാലും അത് സ്വീകാര്യമാവുകയില്ല. വളരെ മൈന്യൂട്ട് പോയിന്റ് കൊണ്ട് പോലും ഹദീസിൽ ചിലപ്പോൾ തള്ളപ്പെട്ട് പോകും. അതാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു താബിഈ വിശ്വസ്തനാണ്, നീതിമാനാണ്, അദ്ദേഹം സ്വീകാര്യയോഗ്യനായ റിപ്പോർട്ടറാണ്. അദ്ദേഹം പറയുന്നു നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞുവെന്ന് എന്നോട് ഒരു സ്വഹാബി പറഞ്ഞു. ഏത് സ്വഹാബി എന്ന് പറഞ്ഞില്ല, കുഴപ്പമില്ല, അത് സ്വീകാര്യമാണ്. കാരണം എന്താണ്, എല്ലാ സ്വഹാബിമാരും സ്വീകാര്യരാണ്. അപ്പം ഞാൻ സ്വഹാബി ഏതാണെന്ന് അറിയേണ്ട വിഷയം നമുക്കില്ല.
സ്വഹാബി പറഞ്ഞു എന്ന് പറഞ്ഞ ആള് വിശ്വസ്തനാണോ അല്ലെ നോക്കിയാൽ മതി. ആ താബി സ്വീകാര്യനാണ് എങ്കിൽ ഒരു സ്വഹാബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഇല്ല, അത് പറയാം, അത് പിന്നെ മറ്റൊരു വകുപ്പാണ്, അത് പൊതുവായ വകുപ്പല്ല. അതല്ലാത്തത്തോളം കാലം ഒരു താബി ഖാദ റസൂല എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. അതിൽ ആകെ സ്വീകരിക്കപ്പെട്ടത് സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലയുടെ റിപ്പോർട്ടുകൾ മാത്രമാണ്. സഈദ് ബിൻ മുസയ്യിബ് താബിഇയാണ്. അദ്ദേഹത്തിന് ഒരുപാട് റിപ്പോർട്ടുകൾ ഇങ്ങനെ ഖാദ റസൂല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ സ്വീകാര്യമാണെന്നാണ്. കാരണം സഈദ് ബിൻ മുസയ്യിബ് അങ്ങനെ പറഞ്ഞ മുഴുവൻ റിപ്പോർട്ടുകളെയും ഇമാം ഷാഫി റഹിമഹുല്ല പഠന വിധേയമാക്കി. അങ്ങനെ അത് മുഴുവൻ നബിന്ന് കേട്ട സ്വഹാബി ആരാണ്, ആ ഏത് സ്വഹാബിന്നാണ് സഈദ് കേട്ടത് എന്നത് കൃത്യമായി ഇമാം ഷാഫി റഹിമഹുല്ല അത് തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി. അതൊന്നും പ്രശ്നമുള്ളതല്ല എന്ന് അദ്ദേഹം വിധി പറഞ്ഞു. അതുകൊണ്ട് സഈദ് ബിൻ മുസയ്യിബിൻ്റെ മുർസൽ അത് സ്വീകാര്യമാണ് എന്നാണ് പൊതുവെയുള്ള നിലപാട്. ഒറ്റ സാബി അല്ലല്ല, ഒറ്റ സാബി അല്ല. പക്ഷെ ഭൂരിപക്ഷം വന്നത് അബൂ ഹുറൈറയിൽ നിന്നാണ്. സഈദ് ബിൻ മുസയ്യിബിൻ്റെ റിപ്പോർട്ട് അധികം വന്നത് അബൂ ഹുറൈറയിൽ നിന്നാണ്. ഏതായിരുന്നാലും അപ്പം ഇത് സ്വഹീഹാണെന്നോ അല്ലെന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അതാണ് ഫഹു ഹദീസ് ദഈഫുൽ ഇർസാലിഹി. മുർസലാണ് എന്ന് പരിഗണിച്ചാൽ ദഈഫായ ഹദീസാണ് എന്ന് വരും. പിന്നെ വഹാദൽ ഹുക്മു, ഈ വിധി, ഏത് വിധി? സ്ത്രീകൾക്ക് മുൻകൈയും മുഖവും കാൽപാദവും ഒഴിച്ച് ബാക്കിയെല്ലാം നിസ്കാരത്തിൽ മറക്കണം, നിസ്കാരം സ്വഹിയാവാൻ എന്ന വിധി യശ്മുലു സ്വഗീറത വൽ കബീറത, ചെറിയവർക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ബാധകമാണ്. ലാകിന്ന സ്വഗീറ, എന്നാൽ ചെറിയ കുട്ടികൾ തുഅ്മറു ബിഹി, അവർ കൽപ്പിക്കപ്പെടുന്നത് ലിത്തദർറുബി അലാ ദാലിക, ഒരു പരിശീലനം എന്ന നിലയ്ക്ക് മാത്രം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്, ഒരു 9 വയസ്സ് 10 വയസ്സൊക്കെ ആയി, 11 വയസ്സായി 12 വയസ്സായി, പ്രായപൂർത്തി ആയിട്ടില്ല എങ്കിൽ അവളും വേണം നിസ്കരിക്കുമ്പോൾ ഈ വേഷം സ്വീകരിക്കുക. അതെന്തിനാണ്? തദ്രീബ്, ഒരു പരിശീലനം എന്ന നിലക്കാണ്. ലിഅന്ന തകാലീഫ ലാ തജിബു അലൈഹാ, ഇപ്പൊ പരിശീലനമാണ് എന്ന് പറയാൻ കാരണം എന്താ? അവിടെ തന്നെ പറഞ്ഞൂടെ പറ്റൂല. കാരണം മത നിയമങ്ങൾ നിർബന്ധമാകുന്നത് ഹത്താ തബ്ലുഗ, പ്രായപൂർത്തിയാകുന്നത് വരെ മത നിയമങ്ങൾ നിർബന്ധമല്ലല്ലോ. ഒരാൾക്ക് ഇസ്ലാമിക നിയമങ്ങൾ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? പ്രായപൂർത്തിയാകുമ്പോഴാണ്. അതുകൊണ്ട് ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പും അവൾക്ക് നിർബന്ധമാണ് പറയാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ അവൾ മറക്കണം. എന്തിന്? തദ്രീബ്. വൽ വാജിബു അംറുഹാ ബിസത്രി മാ ബൈന സുർറതി വറുക്ബതി, കുട്ടിയാണെങ്കിൽ അവൾ മറക്കൽ നിർബന്ധമായത് പൊക്കിൾ മുതൽ മുട്ട് വരെയാണ്. പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി അവൾ വാജിബായും മറക്കണം എന്ന് പറയാൻ നമുക്ക് തെളിവുള്ളത് പൊക്കിൾ മുതൽ മുട്ട് വരെ. എന്നാൽ ഒരു പരിശീലനം എന്ന നിലക്ക് അവളും മുതിർന്ന സ്ത്രീകളെപ്പോലെ തന്നെ വേഷം സ്വീകരിച്ചുകൊണ്ടാവട്ടെ നിസ്കരിക്കുന്നത്. അല്ലാഹു അഅലം. കാൽപാദം മറക്കണം എന്നുള്ളത് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളേ ഉള്ളൂ. വലിയ അത്ര അധികം അംഗീകരിക്കപ്പെടേണ്ടുന്ന വലിയ അഭിപ്രായങ്ങളല്ല ആ വിഷയത്തിൽ. അവിടെ നമ്മൾ അപ്പുറത്തെ പേജിൽ 3-ാം നമ്പറായി അതിന് വിശദമായ ചർച്ചകളുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, അതേപോലെ സ്വഹാബികളുടെ ചില വാക്കുകൾ അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നതെല്ലാം വെച്ചുകൊണ്ട് ആ ചർച്ച അവസാനിക്കുക. ഫഹാദാ കുല്ലുഹു യദുല്ലു അലാ അന്നഹു ലാ യജിബു അലൽ മർഅതി തഖ്തിതു ഖദമൈഹാ, കാൽപാദം മറക്കൽ നിർബന്ധമില്ല എന്നാണ് ഈ സംഭവങ്ങളൊക്കെ അറിയിക്കുന്നത്. അല്ല, സ്വതന്ത്ര സ്ത്രീകൾക്ക്. അടിമ സ്ത്രീകൾ വേറെ 5 വേറെ വരുന്നുണ്ട്. ഇത് സ്വതന്ത്ര സ്ത്രീകളാണ് പറയണത് നിസ്കാരത്തിൽ. ഇത് ആളുകൾ കാണാൻ പറ്റിയതല്ല കേട്ടോ. ഇതിനർത്ഥം കാൽപാദം കാണാൻ പറ്റുന്നല്ല, മുൻകൈ കാണാൻ പറ്റുന്നല്ല. നിസ്കാരം സ്വഹിയാവാൻ ഇതാണ് വേണ്ടത്. എന്നാൽ നിസ്കരിക്കുമ്പോഴാണെങ്കിൽ ഒരു അന്യാണ് വന്നാൽ കാൽപാദം കാണാൻ പറ്റുമോ? അത് പറ്റൂല. അത് വകുപ്പ് വേറെ. ഇവിടെ നിസ്കാരത്തിന് അവിടെ എത്താൻ പറഞ്ഞത്. അപ്പം നിസ്കാരം സ്വഹിയാവാൻ മറക്കേണ്ടത് ഇതാകുന്നു. മറ്റതോ അത് വേറെ. അമ്മാ ഖാരിജ സ്വലാ, എന്നാൽ നിസ്കാരത്തിന് പുറത്താണെങ്കിൽ, നിസ്കാരത്തിന് പുറത്താണ് എങ്കിൽ ഫൈനൽ ഹുറത്തുൽ കബീറ, മുതിർന്ന സ്വതന്ത്ര സ്ത്രീകൾ ഇദാ കാനത്ത് അമാമ റിജാലിൽ അജാനിബി, അന്യ പുരുഷന്മാരുടെ മുമ്പിലാണ് എങ്കിൽ യജിബു അലൈഹാ, അവൾക്ക് നിർബന്ധമാണ്
ഇദാ കാനത് മിൻ ഗൈരിൽ ഖവാഇദി മിനൻ നിസാഇ അൻ തസ്തുറ ജമീഅ ബദനിഹാ. ആശിക്കപ്പെടാത്ത സ്ത്രീകളിൽപ്പെട്ടവരല്ലെങ്കിൽ, ഖവാഇദ് മിനൻ നിസാ ഖുർആൻ എടുത്തു പറഞ്ഞാണ്, അങ്ങേറ്റം വയസ്സായി പ്രായമായി, ഇനി അവരൊന്നും ഒരാൾക്ക് ആശ വെക്കുന്ന പ്രായമല്ല. ഒരു പറ്റ വയസ്സായി ഒരു കിടക്കുന്ന വല്യമ്മ, സ്വാഭാവികമായും ചിലപ്പോൾ ഓരോരു കയ്യൊക്കെ കാണും, ചിലപ്പോൾ കാലിന് കുറച്ച് ഭാഗം കാണും, ദേശം മുടി കാണും. അത് ഖുർആൻ തന്നെ കുറച്ചുകൂടി ഇളവർക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരിൽ പിന്നെ ഒരാൾക്ക് അങ്ങനെ പൊതുവെ ഒരു ആശ ഉണ്ടാവുകയില്ല. സാധാരണഗതി ചില മനുഷ്യന്മാർക്ക് അതിന് ആശ ഉണ്ടാവാം, പിന്നെ ഓരോ കാര്യത്തിൽ വേറെ തീരുമാനം പറയേണ്ടി വരും. അപ്പം അതാണ് ഖവാഇദ് മിനൻ നിസാഅ്. കായികത്തായ ഇരിപ്പായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറത്തുനിന്ന് നടക്കാത്ത, ഏതാണ്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന പ്രായമായ സ്ത്രീകളൊക്കെ അവിടുത്തെ കാലത്ത് അവർക്ക് ചില ഇളവുകളൊക്കെ ഉണ്ട്. അതല്ലാത്ത സ്ത്രീയാണ് എങ്കിൽ, അന്യപുരുഷന്മാരുടെ മുമ്പിലുമാണ് എങ്കിൽ അവൾ ശരീരം മുഴുവനായും മറക്കൽ നിർബന്ധമാകുന്നു. വഹാദാ മുജ്മഉൻ അലൈഹി ബൈന സലഫ്. മുൻഗാമികൾക്കിടയിൽ ഇതിൽ ഇജ്മാഉണ്ട്, മുൻകാല പണ്ഡിതന്മാർക്കിടയിൽ ഇതിൽ ഇജ്മാഉണ്ട്. വഖാല ബിഹി ബഅദുൽ മുതഅഖിരീൻ. പിൽക്കാലക്കാരിൽ ചിലരും അത് പറഞ്ഞിട്ടുണ്ട്. മുൻകാല പണ്ഡിതന്മാർ ഏതാണ്ട് എല്ലാവരും പറഞ്ഞു, പിൽക്കാല പണ്ഡിതന്മാർ ചിലരും അത് പറഞ്ഞു. അപ്പം അല്ലാത്തവർക്കാണ് അതിൽ വ്യത്യാസമുള്ള ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്. അവിടെയും മുൻകൈയും മുഖവും വെളിവാകാം എന്ന് പറഞ്ഞവരുണ്ട്. ഒരു അന്യപുരുഷന്റെ മുമ്പിലും മുൻകൈയും മുഖവും വെളിവാകാം എന്ന് പറഞ്ഞ ചുരുക്കം ചില പണ്ഡിതന്മാരുണ്ട്. പൊതുവേ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒരു മുതിർന്ന സ്ത്രീ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവൾ ശരീരം മുഴുവനും മറക്കൽ നിർബന്ധമാണ് എന്ന് തന്നെയാണ്. അത് പറ്റും, അത് വകുപ്പുകാരാണ്, അത് അപ്പോഴേ പറ്റുള്ളൂ. പെണ്ണ് കാണാൻ പോകുമ്പോൾ മുഖം നോക്കണം, അത് സുന്നത്താണ്. അവിടെ ഹറാമില്ലാതെ മാത്രം നോക്കൽ സുന്നത്താണ്, അത് അതിനു വേണ്ടി മാത്രം, അല്ലാതെ പറ്റില്ല. നിസ്കാരത്തിൽ ആദ്യം പറഞ്ഞു, ഇപ്പം പറഞ്ഞ നിസ്കാരത്തിൽ അല്ലാത്തപ്പോൾ എല്ലാം മറക്കുന്ന നിർബന്ധമാണ്. പെണ്ണ് കാണാൻ പോകുമ്പോൾ അവൾ നോക്കുക സുന്നത്താണ്. നോക്കാതെ പോകുന്ന സ്വഹാബിയെ നബി രണ്ടാമത് പറഞ്ഞയച്ചു. പെണ്ണ് കാണാൻ പോയിട്ട് മര്യാദയ്ക്ക് നോക്കാതെ വന്നു. അപ്പം നബി ചോദിച്ചു, അവളെ നോക്കി ചോദിച്ചോ? ആവശ്യമില്ല, എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലാന്ന്. അത് പറ്റില്ല, അത് പറ്റില്ല, അത് പോയിട്ട് ഒന്ന് നോക്കി. നബി അൻസ്വാരി പെണ്ണുങ്ങൾക്കൊക്കെ കണ്ണിന് ചില കുഴപ്പമുണ്ടായിട്ടുണ്ട്, അതും കൂടി നോക്കിക്കാള് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറയണത്? നോക്കാതെ കെട്ടി ഇവിടെ വന്നിട്ട് പിന്നെ അത് പറയാൻ പറ്റൂല. കെട്ടിക്കൊടുന്ന ശേഷം അത് ഇവിടെ കണ്ണ് ശരിയില്ല, ഞാൻ അപ്പത്തെ ശ്രദ്ധിച്ചില്ല, ഞാൻ തൊരാക്കല്ലിടണല്ലോ, അത് പറ്റൂല. അപ്പം അത് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ഒന്നാണ്. അവിടെ അവർ നോക്കണം. അങ്ങനെ പ്രത്യേകം എന്തെങ്കിലും അഴിബൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പം ഇതിന് മനസ്സിലായതാണ്. ചിലപ്പോൾ എവിടെയൊക്കെ കൈ ചെറിയൊരു അഴിബൊക്കെ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ വാപ്പാക്ക് വേണം ചെയ്യാ, എൻ്റെ മോക്കിങ് കുഴപ്പമിട്ട് കണ്ടാൾ, എന്നിട്ട് പിന്നെ എന്തെങ്കിലും പറയണ്ട. അല്ലെങ്കിൽ കാലിന് ചെറിയൊരു വലിവുണ്ട്, ഒരു മുടന്തുണ്ട്, അപ്പോൾ പ്രത്യേകം പറയാം, എൻ്റെ കുട്ടി കാലിൽ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് ചെയ്യുക. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പെടുന്ന ശേഷം എന്ത് പറയും, അത് മറച്ചു വെച്ചു, നമ്മൾ പറഞ്ഞിട്ടില്ല, അത് അറിഞ്ഞാൽ കിട്ടൂലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിസന്ധി അതുകൊണ്ട് പിന്നീട് ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അവിടെ അത് സ്പെഷ്യൽ നിയമമാണ്, ഇതിലേക്ക് ബാധകമല്ല. അത് അതേപോലെ ചികിത്സയ്ക്ക് വേണ്ടി കാണാം. ഇപ്പോൾ ഡോക്ടർ മുമ്പിൽ ചെല്ലുന്നു, ചികിത്സയ്ക്ക് വേണ്ടി ചികിത്സിക്കാൻ നോക്കൽ ആവശ്യമാണെങ്കിൽ നോക്കാം, തൊടൽ ആവശ്യമാണെങ്കിൽ തൊടാം. എത്രയാണോ കാണാൻ ആവശ്യമുള്ള അത്രയും കാണാവൂ. കൈ എവിടെ മുറിവുണ്ട് എങ്കിൽ അതൊന്ന് പിടിച്ചു നോക്കണം, ഒന്ന് പിടിച്ച് എല്ല് പൊട്ടുള്ള നോക്കണുണ്ട്. അതിൽ കൈ മൊത്തം കയറ്റാൻ പറഞ്ഞു, അത് പറ്റില്ല, ഹറാമാണ്. എത്ര ഭാഗം വരെ ആണോ ചികിത്സയുടെ ഭാഗമായി സ്പർശിക്കേണ്ടത് അതേ സ്പർശിക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് പറ്റില്ല. അതന്നെ സ്ത്രീകളായ വിശ്വസ്തരായ ഡോക്ടർമാർ അതേ വകുപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലോ അവിടെ ഓതാണ് ചെയ്യേണ്ടത്, മുൻതൂക്കം അതാണ്. എന്നാൽ സ്ത്രീ ഡോക്ടർമാരുണ്ട്, നമുക്ക് അത്ര തന്നെ അവരത്ര എക്സ്പേർട്ടായവരല്ല, നമുക്ക് അത്ര വിശ്വാസം പോരാ. അതിനേക്കാൾ കുറച്ചും കൂടി ഒരു വിശ്വാസമുള്ള ഡോക്ടർമാർ പുരുഷന്മാരേ ഉള്ളൂ. ഓക്കെ, നമുക്കവിടെ പോകാം. അതല്ല, സ്ത്രീകളെമ്പാടുമുണ്ട്, അതവിടെ പോയാലും ചികിത്സക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുള്ള രോഗമൊന്നുമില്ല എങ്കിൽ അവിടെ സ്ത്രീകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അവിടെയൊക്കെ നിയമങ്ങളുണ്ട്. അതെ, ഒക്കെ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അത് വേണം, അത് നിസ്കാരത്തിന് വേണ്ടിയല്ല, അതിനകത്ത് പറഞ്ഞത് അത് പുരുഷന്മാർ കാണാതിരിക്കാൻ വേണ്ടിയാണ്. നിസ്കാരം ശരിയാവാൻ ഈ പറഞ്ഞ മുൻകൈ മുഖം വെളിവാകാം. നിസ്കരിക്കുമ്പോഴാണെങ്കിലും ഇപ്പം പുരുഷന്മാർ ഒന്നിച്ചുള്ള സ്ഥലത്താണ്,
പുരുഷന്മാർ കാണാൻ സാധ്യത സ്ഥലത്താണ് എങ്കിൽ ആ കാഴ്ചക്കിൻ്റെ പേരിലാണ് ബാക്കി മടക്കേണ്ടത്. നിസ്കാരം ശരിയാകാൻ വേണ്ടിയല്ല. നിസ്കാരം ശരിയാവാൻ മുൻകൈയും മുഖവും വെളിവാക്കാം, കാൽപാദവും വെളിവാകാം. ഇപ്പോൾ സുജൂദിക്ക് പോകുമ്പോൾ കാലിലടി കണ്ടു, അവിടെ നിസ്കാരം ബാത്തിലാവുന്നില്ല. പക്ഷെ ആ സമയത്ത് ഒരു അന്യാണ് കണ്ടു, അത് ഹറാമാണ്. ആ ഹറാമായതുകൊണ്ട് നിസ്കാരം ബാത്തിലാവോ? ഇല്ല. ഞാൻ പറഞ്ഞ കൈവാസം പറഞ്ഞല്ലോ, പിടിച്ചു മറിച്ച വസ്ത്രത്തിൽ നിസ്കരിച്ചാലും നിസ്കാരം സ്വഹിയാണ്, പിടിച്ചു മറിച്ചൊരു കുറ്റം വേറെ കിട്ടും. കട്ട വസ്ത്രത്തിൽ നിസ്കരിച്ചു, അവിടുത്തെ മറച്ചക്കണോ നിസ്കാരം സ്വഹിയാകും, കട്ടിന് കൂലി വേറെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ നിസ്കാര സമയത്താണെങ്കിലും ഒരു അന്യപുരുഷൻ കാണാൻ വകുപ്പില്ലാത്ത ഭാഗം കാണാൻ പറ്റുമോ? ഇല്ല, അത് കുറ്റകരമാണ്. പക്ഷെ നിസ്കാരം സ്വഹിയാവാൻ അത് ബാധകമല്ല. അതാണ് ഈ പറഞ്ഞത്. അത് ഇഹ്റാം പോലെ തന്നെ. ചില പിൽക്കാല പണ്ഡിതന്മാർ ചിലർ ഉദ്ധരിച്ചിരിക്കുന്നു അൽ ഇജ്മാ അലൈഹി, ഇതിൽ ഇജ്മാ ഉണ്ട് എന്ന് ഫി ഹാദിൽ ഫിത്നതി, ഫിത്നയുടെ സന്ദർഭങ്ങളിൽ. ഒരു പെണ്ണിനെ കണ്ടാൽ അങ്ങനെ ഒരു വൈകാരികമായ ചിന്ത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവൾക്ക് ഫിത്ന ഉണ്ടാവാം, അവളെ കൊണ്ട് ഫിത്ന ഉണ്ടാവാം, രണ്ടുമാവാം. അവളെ കൊണ്ട് ഓളെ മുഖം കണ്ടാൽ തന്നെ സ്വാഭാവികമായും ആകർഷിക്കുക, നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്, നല്ലൊരു ചെറുപ്പക്കാരത്തിയാണ്, അത് കണ്ടാൽ സ്വാഭാവികമായും പുരുഷന്മാർക്ക് അവിടെ വികാരം വിളകും. അത് അവൾക്ക് ഫിത്നയായി മാറാം, അല്ലെങ്കിൽ ആ കണ്ട വ്യക്തിക്ക് ഫിത്നയായി മാറാം. എങ്കിൽ ഇത് യഥാർത്ഥ നിർബന്ധം തന്നെ എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്നും ചില പിൽക്കാലക്കാര് ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്പർ 2 കാണാൻ താഴെ ഖല ഇമാമുൽ ഹറമൈൻ അബുൽ മആലി അൽ ജുവൈനി 478 വഫാത്തായ ഇമാമുൽ ഹറമൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അബുൽ മആലി അൽ ജുവൈനി, അദ്ദേഹം ഫി നിഹായത്തുൽ മത്ലബ് എന്ന കിതാബിൽ പറയുന്നു അന്നദറു ഇലൽ വജ്ഹി വൽ കഫൈനി യഹ്റുമു ഇൻദ ഖൗഫിൽ ഫിത്നതി ഇജ്മാഅൻ. ഫിത്ന ഭയപ്പെടുമ്പോൾ പെണ്ണിന്റെ മുൻകൈയും മുഖവും നോക്കൽ ഹറാമാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് 478 മരിച്ച ഇമാമുൽ ഹറമൈൻ, 419 ജനിച്ച് 78 മരിച്ചതാണ് ഇമാമുൽ ഹറമൈൻ. അദ്ദേഹം പറയുന്നു അത് ഇജ്മാ ഉണ്ട്. വഖാല റംലി അൽ മുത്തവഫ സന 1904 മരണപ്പെട്ട റംലി റഹിമഹുല്ലാഹ് പറയുന്നു ഫി നിഹായത്തുൽ മുഹ്താജ്, നിഹായത്തുൽ മുഹ്താജ് ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട കിതാബാണ്. കിതാബുൻ നിക്കാഹ് വകദാ വജ്ഹുഹാ, മുഖം കാണലും ഔ ബഅദിഹി ഔ വലൗ ബഅദു ഐനിഹ, മുഖമോ മുഖത്തിന്റെ ഭാഗമോ കണ്ണിന്റെ ഭാഗമോ അതേപോലെ മുൻകൈയോ ഒക്കെ കാണലും ഇതേപോലെ പാടില്ലാത്ത കാര്യമാണ്. ഇൻദ ഖൗഫി ഫിത്നത്തിൻ ഇജ്മാ, ഫിത്ന ഭയപ്പെടുന്നിടത്ത് അത് ഹറാമാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. അപ്പം ഫിത്നയൊന്നുമില്ല, അങ്ങനത്തെ ഫിത്ന പേടിക്കാനില്ല. അങ്ങനത്തെ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുരുഷനാണ്, അവർക്ക് നമുക്ക് വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊന്നും ഭയപ്പെടുന്നില്ല, അവർ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ശഹവത്വം ഉണ്ടാവുകയില്ല എന്നൊക്കെ ബോധ്യമുള്ളയിടത്ത് മുൻകൈയും മുഖവും കാണാമോ ഇല്ലേ? അതാണ് ഇവിടുത്തെ ചർച്ച. എന്നാൽ ഫിത്ന ഭയപ്പെടുന്നുവെങ്കിൽ മുൻകൈയും മുഖവും ഏതായിരുന്നാലും കാണാവുന്നതല്ല, അത് പാടില്ല, ഹറാമാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുമുണ്ട്. ലിഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞ വാക്കാണ് തെളിവ്. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. അല്ലാഹു തആല സ്ത്രീകളോട് പറഞ്ഞു, പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന, നിങ്ങൾ അവരോട് ചോദിക്കുക, മിൻ വറാഇ ഹിജാബ്, ഒരു ഹിജാബിന് അപ്പുറത്ത് നിന്ന് വേണം ചോദിക്കാൻ. സ്ത്രീകളോട് നിങ്ങൾ വല്ലതും ചോദിക്കുന്നുവെങ്കിൽ ഒരു ഹിജാബിനപ്പുറത്ത് നിന്ന് ചോദിക്കുക എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതാണ് തെളിവ്. വലിമാ സബത അൻ ഇബ്നി മസ്ഊദ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ അൽ മർഅതു ഔറ. ഇബ്നു മസ്ഊദിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി തങ്ങൾ പറഞ്ഞുവെന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞിരിക്കുന്നു. എന്ത്? അൽ മർഅതു ഔറ, ഒരു പെണ്ണ് ഔറത്താകുന്നു, ഒരു പെണ്ണ് തന്നെ ഔറത്താകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഇബ്നു മസ്ഊദിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവിടെ നമ്പർ 3 ആണ്. റവാഹു തിർമിദി വഇബ്നു ഹുസൈമ വഇബ്നു ഹിബ്ബാൻ വസനദുഹു സ്വഹീഹുൻ. ഇമാം തിർമിദി, ഇബ്നു ഹുസൈമ, ഇബ്നു ഹിബ്ബാൻ എന്നിവർ റിപ്പോർട്ട് ചെയ്തു, സനദ് സ്വഹീഹാണ്. ഖാല ദാറഖുത്നി ഫിൽ ഇലലി റഫ്ഉഹു സ്വഹീഹുൻ മിൻ ഹദീസ് ഖതാദ, ഇത് സ്വഹീഹാണെന്ന് ഇമാം ദാറഖുത്നിയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ആ ഹദീസും അത് തെളിവാണ്. അപ്പോൾ ഒരു ആയത്തുമായി ഒരു ഹദീസുമായി, ഫൽ ആയത്തു വൽ ഹദീസു, ഈ ആയത്തും ഈ ഹദീസും വശവാഹിദുഹുമ, അതിൽ ഉപോത്ബലകമായി വന്ന മറ്റു
തെളിവുകളുമൊക്കെ തദുല്ലു അതെല്ലാം അറിയിക്കുന്നു അലാ അന്നഹു ലാ യജൂസു ലിൽ മർഅത്തി അൻ തുദ്ഹിറ അമാമ റിജാലിൽ അജാനിബി മിൻ ദൂനി ഹിജാബിൻ മിൻ ലിബാസിൻ ഔ ഗൈരിഹി. ഒരു പെണ്ണിന് അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവൾക്ക് ജായിസല്ല അൻ തദ്ഹുറ അവൾ പ്രത്യക്ഷപ്പെടൽ ജായിസല്ല അമാമ റിജാലിൽ അജാനിബി അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടൽ അനുവദനീയമല്ല. മിൻ ദൂനി ഹിജാബിൻ ഒരു ഹിജാബില്ലാതെ, മിൻ ലിബാസിൻ ഔ ഗൈരിഹി അത് വസ്ത്രം കൊണ്ടാകാം അല്ലാത്തതാവാം. ഒരു വസ്ത്രമില്ല, വീട്ടിലാണ്, അപ്പോൾ വീട്ടിൽ ഒരു വിരുന്നേരം വന്നു, ഓക്ക് വസ്ത്രമില്ല, ഒരു റൂമിനപ്പുറത്ത് സംസാരിച്ചാൽ മതി. അവരുടെ മുമ്പിലേക്ക് വരാതെ റൂമിനപ്പുറത്ത് നിന്ന് സംസാരിക്കാം. അപ്പോൾ വസ്ത്രമാവട്ടെ അല്ലാത്തതാവട്ടെ ഒരു മറ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ പൊതുവെ എല്ലാവരും സ്വീകരിച്ചു പോകുന്ന കാര്യം ഈ ആയത്തും ഹദീസും അതിന് തെളിവാകുന്നു എന്നാണ്. അപ്പോൾ അന്യപുരുഷന്മാരുടെ മുമ്പിലാണെങ്കിൽ സ്ത്രീകൾ പൊതുവെ എല്ലാം മറക്കൽ തന്നെയാണ് അവർക്ക് നിർബന്ധമായിട്ട്. ഇഹ്റാമിൽ സ്ത്രീകൾക്ക് മുഖം വെളിവാക്കലാണ് അവർക്ക് പഠിപ്പിക്കപ്പെട്ട മര്യാദ. എന്നാൽ അവിടെയും അന്യപുരുഷന്മാർ നേരെ വരുന്നു, അല്ലെങ്കിൽ കണ്ടാൽ വലിയ ഫിത്ന ഭയപ്പെടുന്നു, അത്തരം ഘട്ടത്തിൽ അവരും മുഖം മറക്കുക തന്നെയാണ് വേണ്ടത്. അതെ. ഇനി വൈകാലത്ത് അമാമ മഹാരിമിഹ, ഇനി പിന്നെ ആങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ വാപ്പാൻ്റെ മുമ്പിൽ, മക്കളെ മുമ്പിൽ, അതുപോലൊക്കെയുള്ള മെഹറമായ ആളുകൾ. മെഹറം എന്നാൽ അവിടെ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത പുരുഷന്മാർ. വാപ്പാൻ്റെ ജ്യേഷ്ഠനാണ് ഞാൻ, അതുപോലെ ഉമ്മാൻ്റെ ആങ്ങളമാർ, ആങ്ങളുടെ മക്കൾ, അതുപോലെ പിന്നെ നേരെ ആങ്ങളമാർ, പിന്നെ സ്വന്തം മക്കൾ, പേരക്കുട്ടികൾ, ഇതൊക്കെയാണ് മെഹറം എന്ന് പറഞ്ഞത്. ഒരു നിലക്ക് വിവാഹം കഴിക്കാൻ അനുവാദമില്ലാത്തവർ, അതാണ് മെഹറം. മെഹറം രണ്ട് തരമുണ്ട്. സ്ഥായിയായ മെഹറമുണ്ട്, താൽക്കാലികമായ മെഹറമുണ്ട്. താൽക്കാലിക മെഹറമിന് ഈ നിയമമൊന്നും ബാധകമില്ല, അത് വിവാഹം മാത്രം പാടില്ല. ഇപ്പം ഒരു ഭർത്താവിൻ്റെ അണിയൻ വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളാണ്. എപ്പോൾ? ഭർത്താവ് ഉണ്ടായിരിക്കെ. ഭർത്താവ് ജീവിച്ചിരിക്കെ അയാൾ 5 നേട്ടം പറ്റുന്നതല്ലോ. ഭർത്താവ് ഒഴിവാക്കിയാലോ അയാൾ മരിച്ചാലോ അണിന് കിട്ടും ചെയ്യാം. അത് മെഹറമിയ്യത്ത് വിവാഹത്തിൽ മാത്രമാണ്. ഭർത്താവിന് അണിയൻ ഇപ്പം മെഹറമാണല്ലോ. അതെ. അപ്പോൾ മെഹറം എന്നുള്ളത് എന്താണ്? അവിടെ വിവാഹത്തിൻ്റെ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാത്തേക്കൊന്നുമില്ലാന്ന്. അല്ലാത്ത ഒരു നിയമം ഒരു ഇളവും അത് ഇല്ല. അന്യപുരുഷന്മാരെ പോലെ തന്നെയാണ് ഭർത്താവിന് ജ്യേഷ്ഠനും അനിയനുമൊക്കെ. അതല്ലാത്ത സ്ഥിരം മെഹറമുകൾ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ മാതിരി പിതാവ്, മക്കള്, സഹോദരന്മാർ, പിതാവിൻ്റെ സഹോദരന്മാർ, മാതാവിൻ്റെ സഹോദരന്മാർ, സഹോദരപുത്രന്മാർ, അതാണ് മെഹറമായ പുരുഷന്മാർ. ആ മെഹറമിന് മുമ്പിൽ ഒരു പെണ്ണിന് എത്ര വരെ വെളിവാക്കാം? ഒരു ആങ്ങൾക്ക് പെങ്ങളുടെ ശരീരം എത്ര വരെ കാണാം എന്ന് ഒരു ആങ്ങളുടെ മുമ്പിൽ കംപ്ലീറ്റ് അയച്ചിട്ടൊക്കെ പറ്റുമോ? അതോ ഒരു കുപ്പായൊക്കെ ഇടണോ? തലമുടി കാണാൻ പറ്റുമോ? കഴുത്ത് കാണാൻ പറ്റുമോ? ഏതുവരെ കാണാം? അതാണ് അടുത്തൊരു മസ്അല. വൈദാകാനത്ത് അമാമ മഹാരിമിഹ, മെഹറമിൻ്റെ മുമ്പിലാണ് എങ്കിൽ വജബ അലൈഹ, അവളുടെ മേൽ വാജിബാണ് അൻ തുഗത്തിയ, അവൾ മൂടൽ, മറക്കൽ, ജമീഅ മാ ലാ യദ്ഹറു മിൻ ജസദിഹാ ഇൻദൽ ഖിദ്മ, സാധാരണ ഖിദ്മത്തുകളിൽ വീട്ടുജോലികൾ ചെയ്യുമ്പോൾ വെളിവാകാത്ത സ്ഥലങ്ങളൊക്കെ മറക്കണം. സാധാരണ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പെണ്ണിന്ന് വെളിവാകണ ഭാഗങ്ങളുണ്ടാവും. ഇപ്പോൾ സാധാരണ കൈ കുറച്ച് കാണും, തല മുടിയൊക്കെ കാണും, ചിലപ്പോൾ കഴുത്തും കൂടി കുറച്ച് ഭാഗം കാണും, കാലൊരു പക്ഷേ ചിലപ്പോൾ ഈ പിന്നെ കണങ്കാലൊക്കെ കാണും. സാധാരണ വീട്ടിൽ ഇപ്പം നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ സാധാരണ ഇപ്പോൾ സ്ത്രീകൾ ഒരു മാക്സ് ഇട്ട് കൊടുക്കും. ചിലപ്പോൾ മുണ്ടുണ്ടാവും, ചിലപ്പോൾ തോളുണ്ടാവും, ചിലപ്പോൾ ഇറങ്ങും, അതിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ മുണ്ടാണ് തലയിക്കിടും, ചിലപ്പോൾ എടുത്തേക്കും. സാധാരണ ഹിദ്മത്തിൻ്റെ സമയത്ത്, വീട്ടിൽ ഹിദ്മത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് വെളിവാകുന്ന ഭാഗങ്ങൾ അത് മെഹറമിന് മുമ്പിൽ വെളിവാകാം. അതല്ലാത്തത് മറക്കൽ തന്നെയാണ് വേണ്ടത്. എന്തുകൊണ്ട്? ലിമാ യുഖ്ഷ മിൻ ഹുസൂലിൽ ഫിത്നതി ബികശ്ഫിഹാ അമാമഹും, അവരെ മുമ്പിലാണെങ്കിലും അതല്ലാത്ത ഭാഗം വെളിവാക്കുമ്പോൾ ഒരു ഫിത്ന അവിടെ ഭയപ്പെടാൻ വകുപ്പുണ്ട്. സംഗതി ആങ്ങളാണ്, പെങ്ങളൊക്കെയാണ്, എന്നാലും ഒരു പെണ്ണാണല്ലോ, എന്നാലും ഒരു പെണ്ണാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവളുടെ ശരീരഭാഗങ്ങൾ കാണുക എന്നുള്ളത് ഒരു ഫിത്നയ്ക്കുള്ള ചെറിയ സാധ്യത അവിടെ ബാക്കി ഉണ്ട്. അതുകൊണ്ട് മെഹറമിന് മുമ്പിലാണെങ്കിലും സാധാരണഗതിയിൽ വീട്ടുജോലിക്കിടയിൽ വെളിവാകുന്ന ഭാഗം അത് വെളിവാകാം.
അതല്ലാത്തത് മറക്കൽ തന്നെയാണ് വേണ്ടത്. എന്നാൽ സാധാരണഗതിയിൽ ഒരു ഖിദ്മത്ത് എടുക്കുമ്പോൾ വെളിവാകുന്ന ഭാഗങ്ങൾ തലമുടി പോലെ, ഒരു കഫൈനി മുൻകയ്യെ പോലെ, ഒരു ഖദമൈനി കാൽപാദങ്ങൾ പോലെ, ഇതൊക്കെ ഫലാ ഹറജ അലൈഹ അവൾക്ക് തെറ്റില്ല. അൻ തുബ്ദിയഹു അമാമൽ മഹാരിമി മഹറമിന് മുമ്പിൽ വെളിവാക്കുന്നതിന് തെറ്റൊന്നുമില്ല. വഹാദാ ഖൗലുൽ ജുംഹൂർ ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ലിഅന്നഹു ലാ യഹ്സുലു ബിദുഹൂരിഹി ആദതൻ ഫിത്ന സാധാരണഗതിയിൽ അതൊക്കെ വെളിവാകുന്നത് കൊണ്ട് ഫിത്നകൾ ഉണ്ടാവാറില്ല. ഒരു പെണ്ണിൻ്റെ മുടി, പെങ്ങളെ മുടി കണ്ടു, അല്ലെങ്കിൽ ഒരു ഉമ്മൻ്റെ അനിയത്തിൻ്റെ മുടി കണ്ടു, അവരെ ഒരു കൈ കണ്ടു, അതോടൊന്നും സാധാരണഗതിയിൽ ഒരു ഫിത്നക്കത് നിമിത്തമായി മാറാറില്ല. അതാണ് തെളിവായി പറഞ്ഞപ്പോൾ അവിടെ അസുൽ എന്താണ്? ഫിത്ന ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളതാണ്. വകദാലിക അതേ പ്രകാരം തന്നെ അസ്സാഖാനി കണങ്കാലുകൾ, വദ്ദിറാആനി രണ്ട് മുഴങ്കൈകൾ, വബഅദു സുദ്രി നെഞ്ചിൻ്റെ ചില ഭാഗങ്ങൾ, ലാ ഹറജ അലൽ മർഅത്തി പെണ്ണിനെ തെറ്റില്ല. ലൗ ബദാ ശൈഉം മിൻഹാ അതിൽ ചിലതൊക്കെ വെളിവായാൽ മിൻ ഗൈരി ഖസ്ദിൻ മിൻഹാ ലിദാലിക വെളിവാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ ഒരു മുമ്പിൽ തുറന്നെടുക്കുക എന്നുള്ളതല്ല. അറിയാതപ്പോൾ ഒന്നാണ്ട് ശേഷം ഒരു മാക്സ് നിർബന്ധിച്ചപ്പോൾ കണങ്കാല് കുറച്ച് ഭാഗം കണ്ടു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉദ്ദേശപൂർവമല്ലാതെ അതിൽ ചില ഭാഗങ്ങൾക്ക് മെഹറമിന് മുമ്പിൽ വെളിവായി എങ്കിൽ അതിനും തെറ്റൊന്നും ഇല്ല. വകാന ദാലിക ലിഫത്തത്തിൻ യസീറ ഒരല്പസമയമൊക്കെ ആണെങ്കിൽ ഫഹാദ മിമ്മാ യുതസാമഹു ഫീഹി അതിലൊക്കെ പൊതുവെ ഇളവ് നൽകപ്പെടും. വലാ യുശദ്ദദു ഫീ അംരിഹി അതൊന്നും അത്ര കർക്കശമായി പറയേണ്ടതില്ല. ലിഅന്നൽ മൻഅ മിൻ കശ്ഫിഹി കാരണം ഇതൊക്കെ വെളിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തിനാ? ഇന്നമാ ഹുവ ലിഖൗഫിൽ ഫിത്ന ഫിത്ന പേടിക്കുന്നു എന്ന കാരണത്താലാണ് ഒരു പെണ്ണ് ആണിന് മുമ്പിൽ അങ്ങനെ വെളിവാകരുത് മറക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ്? അതുവഴി ഒരു കുഴപ്പം വരുമെന്നുകൊണ്ടാണ്. ഈ നിലക്കൊക്കെ വെളിവാകാന്നതിന് സാധാരണ അങ്ങനെ ഫിത്നയൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ചിലപ്പോൾ വ്യക്തികൾക്കനുസരിച്ച് മാറ്റം വന്നേക്കാം, സാഹചര്യങ്ങൾ മാറിയേക്കാം, ഒറ്റക്കാകുമ്പോൾ മാറിയേക്കാം. അതൊക്കെ ഓരോരുത്തർക്കും പ്രത്യേകമായി വരും. എല്ലാ അനാവശ്യം കാണുന്ന ഒരാളാണ്, എല്ലാ വെണ്ണത്തിലും കാണുന്ന ഒരാളാണ്. ചിലപ്പോൾ ഓരോ മുമ്പ് സ്വന്തം പങ്കക്ക് പോലും ചിലപ്പോൾ സുരക്ഷിതത്വം ഉണ്ടാകണം എന്നില്ല. ആ നിലക്ക് ഈ വക ലൈംഗികമായ രോഗമുള്ള ആളുകളാണ് ഓല മുമ്പിൽ. പക്ഷേ ഏതൊരാൾക്കും ചിലപ്പോൾ നിർഭയത്വം ഉണ്ടാകണം എന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഫിത്നക്ക് ഒരു സാധ്യത കാണുന്നുവെങ്കിൽ അവിടെയും മറക്കുക. അതൊന്നുമല്ല ഒരു പരി സാധാരണ ആങ്ങളാരും പങ്കന്മാരും ചിലപ്പോൾ ആങ്ങളാരും മക്കളും ഒക്കെ വരുന്നു, അമ്മയെ നമ്മൾ കയറി ചെല്ലും, വർത്തമാനം പറയും, ഒന്ന് കൈ പിടിക്കും, ഒന്ന് ഒപ്പരിക്കും, ഒന്ന് ഭക്ഷണം കഴിക്കും. അതല്ലാത്തൊരു ചിന്ത സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ഒരു ഉമ്മാൻ്റെ സ്ഥാനത്ത് വാപ്പാൻ്റെ സ്ഥാനത്തൊക്കെ അവരെ കാണുന്നുള്ളൂ. അപ്പോൾ അവിടെ വേറെ ചിന്തകളോ വികാരങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഫിത്നകൾ ഇല്ല എങ്കിൽ സാധാരണഗതിയിൽ വെളിവാകുന്ന ഭാഗങ്ങൾ വെളിവാകുന്നതിന് വിരോധമൊന്നും ഇല്ല. അല്ലാഹു അഅലം. അവിടെ നോട്ടെ. ഇനി നമുക്ക് എടുക്കാനുള്ളത് മറ്റു സ്ത്രീകളുടെ മുമ്പിൽ മറക്കേണ്ടത് എത്രയാണ്? ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിൻ്റെ മുമ്പിൽ എത്ര കണ്ട് വെളിവാക്കാൻ പറ്റും, ഏതൊക്കെ ഭാഗം നിർബന്ധമായും മറക്കണം എന്നുള്ളതാണ് അടുത്തൊരു മസ്അല വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അടിമ സ്ത്രീകളുടെ വിഷയം കൂടി അവിടെ വരും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എന്താണെങ്കിലും മുസ്ലിം ജീവിതത്തിൽ സാധാരണ ആവശ്യം വരുന്ന മസ്അലയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. കഴിഞ്ഞ പരമാവധി സൂക്ഷ്മത പാലിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.